ലക്ഷദ്വീപിൽ പ്രാദേശിക ഭാഷയായ മഹൽ ഭാഷയും അറബിക്കും ഇനി സ്കൂളുകളിൽ ഉണ്ടാകില്ല. അറബിക്കും മഹൽ ഭാഷയും പുറന്തള്ളി ലക്ഷദ്വീപിൽ ത്രിഭാഷാ സംവിധാനം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിനെതിരെ ലക്ഷദ്വീപ് MP ഹംദുല്ല സയ്യിദ് നിയമ നടപടികളുമായി നീങ്ങുകയാണ്. നിലവിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ നീക്കം വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക വിതച്ചിരിക്കുകയാണ്. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ ഡയറക്ടർ പത്മാകർ റാം ത്രിപാഠിയാണ് പദ്ധതി നടപ്പാക്കാൻ ഉത്തരവിട്ടത്. ഈ ഉത്തരവ് പ്രകാരം കേരള CBSE സിലബസുകളിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾ മാത്രമായിരിക്കും ഇനിയുണ്ടാവുക. മിനിക്കോയ് ദ്വീപിലെ സംസാര ഭാഷ മഹലിന്റെ പഠനം ഇതോടെ സ്കൂളുകളിൽ അവസാനിക്കും. പുതിയ നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ലക്ഷദ്വീപ് MP ഹബ്ദുള്ള സയ്യിദ് പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ 3092 വിദ്യാർത്ഥികൾ ലക്ഷദ്വീപിൽ അറബിക് പഠിക്കുന്നുണ്ട്. ഇത്തവണ സ്കൂൾ തുറക്കുമ്പോൾ കഴിഞ്ഞ വർഷം വരെ അറബിക് പഠിച്ച കുട്ടികൾ ഇനി മുതൽ ഹിന്ദി പഠിക്കേണ്ടി വരും. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കമായാണ് ലക്ഷദ്വീപിലെ പുതിയ ഉത്തരവിനെ ദ്വീപ് നിവാസികൾ കാണുന്നത്. ഇത് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക. അതേസമയം 2 വർഷം മുൻപ് ലക്ഷദ്വീപ് ഭരണകൂടം കുട്ടികൾക്കായി അവതരിപ്പിച്ച പുതിയ യൂണിഫോമിൽ ഹിജാബ് നിരോധിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. ബെൽറ്റ്, ടൈ, ഷൂസ്, സോക്സ് തുടങ്ങിയവയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഹിജാബിനെ പറ്റി പരാമർശമില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടും പെൺകുട്ടികൾക്ക് ഹിജാബോ സ്കാർഫോ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒന്നുമില്ലാത്തതാണ് ആരോപണത്തിന് കാരണമായത്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് സ്കാർഫുകളോ ഹിജാബുകളോ ധരിക്കുന്നതിന് സമ്പൂർണ്ണ നിരോധനമുണ്ടെന്ന് MP ആരോപിച്ചിരുന്നു. സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർക്കും ഹെഡ്മാസ്റ്റർമാർക്കും നൽകിയ സർക്കുലറിൽ സ്കൂൾ കുട്ടികൾ യൂണിഫോം ധരിക്കുന്നതിൽ ഏകത ഉറപ്പാക്കുമെന്നും വിദ്യാർത്ഥികളിൽ അച്ചടക്ക മനോഭാവം വളർത്തിയെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു. നിശ്ചിത യൂണിഫോം പാറ്റേൺ അല്ലാതെ മറ്റിനങ്ങൾ ധരിക്കുന്നത് സ്കൂൾ കുട്ടികളിലെ ഏകതാ സങ്കല്പത്തെ ബാധിക്കും. സ്കൂളുകളിൽ അച്ചടക്കവും ഒരേ ഡ്രസ് കോഡും നിലനിർത്തേണ്ടത് പ്രിൻസിപ്പൽമാരുടെയും സ്കൂൾ മേധാവികളുടെയും ഉത്തരവാദിത്തമാണെന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു. സ്കാർഫിനെ കുറിച്ചോ ഹിജാബിനെ കുറിച്ചോ പരാമർശമില്ലെന്നും ഇത് ഭരണഘടനാപരമായ അവകാശ ലംഘനമായതിനാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ MP അന്ന് തീരുമാനിച്ചിരുന്നു. ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യ തീരുമാനത്തിനെതിരെ ദ്വീപുകളിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾ അനുവദിക്കുന്നതുവരെ ക്ലാസുകൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചിരുന്നു.